വളർച്ചക്കും ആ UN-ൽ 5 രാഷ്ട്രങ്ങൾക്ക് വീറ്റോ പവർ അനുവദിച്ചുകൊണ്ടുള്ള ഒരു സംഘടനക്ക് രൂപം കൊടുത്ത ലോക നേതാക്കൾക്കും ഭരണകൂടങ്ങൾക്കും എങ്ങനെ മനുഷ്യാവകാശത്തെക്കുറിച്ച് പറയാൻ പറ്റും, ചിന്തിക്കാൻ പറ്റും? കാരണം മനുഷ്യാവകാശമായ പ്രധാനപ്പെട്ട ചില അഭിപ്രായങ്ങളും ബില്ലുകളും വരുമ്പോൾ കോൺഗ്രസ്സുകാർ കോൺഗ്രസ്സുകാർ സാമ്പത്തിക ശേഷിയുള്ള ആൾ വലിയ കുഴപ്പക്കാരോ അലമ്പൊന്നുമല്ല. എന്നിട്ട് ആ മഹാന് എം അവറാൻ ആകെ കിട്ടിയത് വെങ്ങോല പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ട് 1, 2, 3 ടേം നിന്നു. പിന്നീട് ജില്ലാ സെക്രട്ടറി ആയി തോന്നും. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ പക്ഷെ ചാണ്ടി ഉമ്മൻ നിങ്ങൾ എവിടെയാണ് കോൺഗ്രസ്സിൽ ആള്? അപ്പോൾ കിട്ടിയത് നിങ്ങൾ അപ്പൻ മരിച്ച് അതേ കെയർ ഓഫിൽ നിങ്ങൾ MLA ആയില്ലേ, ഒരു പണിയെടുക്കാതെ. ഈ മുസ്ലിം സമുദായം പറയും നോമ്പ് കാലത്ത് നോമ്പ് പിടിച്ച് കൃത്യനിഷ്ഠമായ നോമ്പ് പിടിച്ച് സ്വർഗത്തിൽ ഒരു ചോദ്യമില്ല പറന്നെത്തും എന്ന് പറയും പോലെ നിങ്ങൾ പറന്ന് അസംബ്ലിയിലെത്തിയില്ലേ? എൻ്റെ പൊന്നും മോനെ കുഞ്ഞനുജ എനിക്ക് അനുജനെ വിളിക്കുക, അങ്ങനെ മകനെന്ന് വിളിക്കുക. എനിക്ക് ഒരു എതിർപ്പോ താല്പര്യമോ ഇഷ്ടക്കുറവില്ല. കാരണം ഞാനൊന്നും നിങ്ങളുടെ ശത്രുവല്ല, നിങ്ങൾ എൻ്റെ ശത്രുവല്ല. പക്ഷേ പറയുന്നതിൽ മാര്യത കണ്ടേ. നിങ്ങൾക്ക് ആ പാർട്ടി MLA സ്ഥാനം തളികയിൽ വെച്ച് വന്നില്ലേ? MLA സ്ഥാനം തളികയിൽ കിട്ടിയ ശേഷം നിങ്ങൾ 2 പെങ്ങന്മാർ 1 പെങ്ങൾ പറഞ്ഞ് അവർക്ക് അസംബ്ലിയിലേക്കോ പാർലമെൻറ്റിലേക്കോ വേണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ച് നടന്നു. പക്ഷേ കോൺഗ്രസിൽ ഇപ്പോൾ ചില വിവരമുള്ളവരും മനുഷ്യത്വമുള്ളവരും അത് മുളയിലെ നുള്ളിക്കളഞ്ഞു. അല്ലെങ്കിൽ നിങ്ങൾ വയനാടോ അല്ലെങ്കിൽ ഏത് നിങ്ങൾ പാർലമെൻറ്റിലേക്ക് മത്സരിച്ച് പാർലമെൻറ്റിൽ നിങ്ങൾ ഒത്തുവരുന്നു. അപ്പോൾ ആങ്ങളെയും പെങ്ങളും പാർലമെൻറ്റിൽ. അതൊക്കെയാണ് ഉദ്ദേശം. ഞാൻ പറഞ്ഞ ആങ്ങളെയും പെങ്ങൾക്ക് പാർലമെൻറ്റ് വരുന്നതിൽ ഒരു തെറ്റുമില്ല. അർഹതയുള്ള എല്ലാവർക്കും അവസരം കൊടുക്കണം. പക്ഷേ അർഹതയുള്ള എല്ലാവർക്കും അവസരം കൊടുക്കണമെന്ന് പറഞ്ഞാൽ അർഹതയില്ലാത്തവർക്ക് അമിതമായ അവസരം കൊടുക്കുന്നതും കൂടി അർത്ഥമുണ്ട്. പകലെന്നോ ഞാൻ ഇരുട്ട് പര്യായമുണ്ട്. ഞാൻ ഒരിക്കലും പറയണം, അർഹതയുള്ളവർക്കെല്ലാം അവസരം കൊടുക്കണം എന്ന് പറഞ്ഞാൽ അർഹതയില്ലാത്തവർക്ക് അധിക അവസരം കൊടുക്കരുത്. അപ്പം നിങ്ങൾക്ക് വാസ്തവത്തിൽ ഉമ്മൻചാണ്ടിയുടെ മകൾ നിൽക്കുക എന്ത് യോഗ്യതയാണ് ചാണ്ടി ഉമ്മൻ നിങ്ങൾക്കുള്ളത്? ഇതിന് നിങ്ങൾ കോൺഗ്രസ് അംഗീകരിച്ചു, എന്തുവാകട്ടെ ഉമ്മൻചാണ്ടി സാറിൻ്റെ മകനാണ്, കുഴപ്പക്കാരൊന്നുമല്ല, ശാന്തനാണ്. അപ്പോൾ അതുകൊണ്ട് സന്തോഷിക്കലാണ്, പിന്നെ പരാതി കിടക്കണം. അപ്പം ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു മനഃശാസ്ത്ര ഗ്രൂപ്പാണ്. ആച്ചാല് കൂച്ചാളില്ല, മനഃശാസ്ത്ര ഗ്രൂപ്പാണ്, ഫിലോസഫി ഗ്രൂപ്പാണ്, പിന്നെ ശാസ്ത്രീയ ഗ്രൂപ്പാണ്. ഇതിൽ നിന്ന് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇന്നല്ലെങ്കിൽ നാളെ ഈ ചാണ്ടി ഉമ്മൻ BJPയിൽ അഭയം തേടുന്നുള്ളതാണ്. എഴുതി വെച്ചോ, ഇന്ന് ഡിസംബർ മാസം 10-ാം തീയതി 2024, ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഈ ചാണ്ടി ഉമ്മൻ BJPയിൽ അഭയം പ്രാപിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിന് ഒരു ബേസ് ഒരുക്കാനുള്ള ഒരു രീതിയാണ് ഈ പ്രസ്താവന കൊണ്ട് ഞങ്ങൾ മനഃശാസ്ത്രം കൈകാര്യം ചെയ്ത് മനസ്സിലാക്കുന്നത്. ചാണ്ടി ഉമ്മൻ്റെ മനഃശാസ്ത്രം ഞങ്ങൾക്കറിയില്ല, നിങ്ങൾക്കറിയുള്ളൂ. പക്ഷെ ഞങ്ങൾ മനഃശാസ്ത്രത്തിൽ പറയണം. എന്തുകൊട്ടെ, ഇത് എവിടെയാണ് കഥ തെറ്റിയത്? അങ്ങനെ സമരം ചെയ്തു, ആയിരങ്ങൾ കൊന്നു, കോടികൾ മുടക്കി, 16 ജയിലിൽ കിടന്ന് കഷ്ടപ്പെട്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. ഭാഗ്യമായിട്ട് പറയാൻ പറ്റുള്ളൂ. അങ്ങനെ സ്വാതന്ത്ര്യം കിട്ടി. എന്തെങ്കിലുമായിട്ട് നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി, ഫസ്റ്റ് പ്രധാനമന്ത്രി. മറ്റ് ഇന്നത്തെ നേതാക്കളൊക്കെ അപേക്ഷിച്ച് നോക്കിയാൽ നെഹ്റു ദിവ്യനായിരുന്നു. വാസ്തവത്തിൽ ഇന്ത്യ വിഭജിക്കേണ്ട കാര്യമുണ്ടല്ല. നെഹ്റു ജിന്നയെ പ്രസിഡൻ്റാക്കി, നെഹ്റു പ്രധാനമന്ത്രിയായി അങ്ങനെ മുന്നോട്ട് പോയിരുന്നെങ്കിൽ ഇന്ത്യ വിഭജിക്കാതെ പോയിരുന്നു. അപ്പോൾ അതൊന്നും പറ്റാത്തൊരവസ്ഥ ഒന്നാണ്. അല്ലെങ്കിൽ ജിന്നയെ പ്രധാനമന്ത്രിയാക്കിക്കൊണ്ട് നെഹ്റു പ്രസിഡൻ്റായിരുന്നതിൽ അങ്ങനെ മുന്നോട്ട് പോകായിരുന്നു. അതും താല്പര്യമില്ലെന്ന് മാത്രമല്ല, നെഹ്റുവിന് അക്കാര്യത്തിൽ കുറച്ച് സ്വാർത്ഥത ഉണ്ടായി എന്നുള്ള സംശയമില്ല. ഗാന്ധിജി ആ സമയത്ത് ഗാന്ധിജി നിസ്സഹായനായിരുന്നു, നല്ല വയസ്സുമായി, പിന്നെ കാര്യങ്ങളിൽ അങ്ങനെയാണല്ലോ. എന്തുപോട്ടെ, നെഹ്റു ഒരു പരിധിയിലും മാന്യമായിട്ട് ഒരു അഴിമതിയൊന്നും കാര്യമായിട്ട് ചെയ്യാതെ നടത്തി. ശേഷം വന്ന ഇന്ദിര മുതലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധംപതനം അല്ലെങ്കിൽ നശീകരണ രൂപം കൊടുത്തു. കാരണം ഉരുക്ക് വനിതയാണ്. എന്തുകൊണ്ട് രാഷ്ട്രീയത്തിന് ഉരുക്ക് വനിത?
രാഷ്ട്രീയത്തിൽ നീതിയും സത്യമാണ്. നീതി സത്യമില്ല. പല രാഷ്ട്രീയ നേതാക്കൾക്കും, ഇന്ത്യയിൽ മാത്രം ലോകത്തിലെ പല രാഷ്ട്രീയ നേതാക്കൾക്കും നീതിയും സത്യമൊന്നുമില്ല. വെറും ഉരുക്ക് പുഷ്ടി അല്ലെങ്കിൽ സ്വന്തം താല്പര്യമാണ് ഉള്ളത്. അതൊന്നും കുഴപ്പമില്ല. ഇപ്പോൾ കിങ്ങും ചൂങ്ങൊക്കെ എടുത്താൽ അവിടെ വലിയ ജനാധിപത്യം ഉണ്ടോ, വലിയ സോഷ്യലിസ്റ്റ് ഉണ്ടോ, മതേതരത്വം ഒന്നുമില്ല. ഈ കിങ് ചൂങ്ങൊക്കെയുള്ള നമ്മൾ ഉത്തര കൊറിയയിൽ ഏതാണ്ട് 3000-ത്തോളം മുസ്ലിങ്ങളുണ്ട്. ആ മുസ്ലിങ്ങൾക്ക് ആരാധിക്കാൻ വെള്ളിയാഴ്ച പ്രാർത്ഥന നിർബന്ധമാണ്. അത് കൂട്ടുപ്രാർത്ഥന വേണം. സംഘം ചെന്ന് ഒറ്റ ചെയ്യാൻ പറ്റില്ല. അതിന് അവസരം ഇന്നുമില്ല. അതുകൊണ്ടെന്ന് പറയുന്നത് ഇറാൻ്റെ എംബസിയിൽ അവിടുത്തെ ആൾക്കാർക്ക് വെള്ളിയാഴ്ച ദിവസം പ്രാർത്ഥിക്കാനായിട്ട് ഒരു ചെറിയ ഷെഡുണ്ട്, അല്ലെങ്കിൽ മുറിയുണ്ട്. അതിൽ മറ്റാൾക്ക് പോകാൻ പറ്റില്ല. ഇന്നുമില്ല. അപ്പോൾ അവിടേക്ക് ജനാധിപത്യം അല്ലെങ്കിൽ മതേതരത്വം ഒന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് മാത്രമല്ല, അത് ഏകാധിപത്യമാണ്. പക്ഷെ ഇന്ത്യയിലെ ജനാധിപത്യമല്ലേ. ഇന്ദിരാഗാന്ധിയുടെ ആ താഴ്വഴി പാരമ്പര്യങ്ങൾ എടുത്ത് പോന്ന് ഇപ്പോൾ രാഹുലും പ്രിയങ്കയിൽ നിൽക്കണം. അതാണ് വേണമെങ്കിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും ഇന്ത്യയുടെയും പതനത്തിൻ്റെ ആരംഭം. അതുകൊണ്ട് ഒരു കോൺഗ്രസ് രക്ഷപ്പെടില്ല. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും കോൺഗ്രസ് ഈ സോണിയ കുടുംബം കൊണ്ട് രക്ഷപ്പെടാൻ സാധ്യതയില്ല. അത് അവർ കുഴപ്പമില്ല, അത് കാലഘട്ടത്തിന് അനിവാര്യത എന്ന് പറയുമ്പോഴാണ്. അത് പല കാരണങ്ങളുണ്ട്. അതെല്ലാം ഒന്നും ഇപ്പോൾ നമുക്ക് പറയാനും പറ്റില്ല. ഞാൻ വീണ്ടും എനിക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോട് എതിർപ്പില്ലെന്ന് മാത്രമല്ല, ഞാൻ വളരെ സ്നേഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന പ്രസ്ഥാനമാണ്. അവർ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി എനിക്ക് യാതൊരു ഇഷ്ടങ്ങളും മാത്രം ഞാൻ ആരാധിക്കുകയല്ല, ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന വ്യക്തിത്വങ്ങളാണ്. യാതൊരു കുഴപ്പമില്ല, ഒരു സംശയക്കാത്തില്ല. വ്യക്തിപരമായിട്ടുമില്ല, കുടുംബമായിട്ടും ഒന്നുമില്ല, ഒരു കുഴപ്പമില്ല. പക്ഷേ ഇന്ത്യയിലെ പ്രത്യേക സാമുദായിക നിലവാരം വെച്ച് നോക്കുമ്പോൾ, മതപരമായ പ്രവർത്തനത്തിൻ്റെ ആഴം മനസ്സിലാക്കുമ്പോൾ അല്പം പോരായികയുണ്ട്. പ്രധാന പോരായി കുടുംബാധിപത്യം തന്നെ. ഇപ്പോൾ ഏത് പാർട്ടി ഇപ്പോൾ മറ്റ് പ്രതിപക്ഷത്തുള്ള പാർട്ടികൾ കോൺഗ്രസ് മാത്രമല്ല, ജനതാദളൊക്കെ എടുത്താൽ എല്ലാം പാരമ്പര്യമല്ലേ. മുലായം സിംഗ് പാരമ്പര്യമാണ്, ലാലു പാരമ്പര്യമാണ്, ദേവഗൗഡ പാരമ്പര്യമാണ്. അങ്ങനെയെല്ലാം പാരമ്പര്യമായിട്ട് പോരല്ലേ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വാസ്തവത്തിൽ അങ്ങനെ ഒരു പാരമ്പര്യമായിട്ട് ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ ഉണ്ടായിരുന്നു എങ്കിൽ EMS ആണല്ലോ ഇന്നിപ്പോൾ ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാർ. കേരളത്തിൽ പ്രത്യേകിച്ചും കേരളത്തിൽ EMS ചോദിയാവുന്ന അല്ലെങ്കിൽ EMS ഏറ്റവും വലിപ്പമുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് ഇതുവരെ ഉണ്ടായിട്ടുമില്ല. അതൊക്കെ ശരിയല്ല. അദ്ദേഹത്തിൻ്റെ മകനാകാമായിരുന്നല്ലോ. വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം ഒരു ഇലക്ഷനും മത്സരിച്ച് തോറ്റും പോയി. തോറ്റു എൻ്റെ അറിവ്. അതിനൊക്കെ വലിയ ഇതില്ല. BJPയിലാണെങ്കിൽ നേരിട്ട് ഒരു പാരമ്പര്യം അങ്ങനെ കാണുന്നില്ല. ചില ഒറ്റപ്പെട്ട ശ്രമങ്ങളുണ്ടെങ്കിലും. പക്ഷെ കോൺഗ്രസ്സിലും മറ്റ് ജനതാദൾമാരുള്ള പിന്നോക്കത്തിൽ ന്യൂനപക്ഷങ്ങൾ നയിക്കുന്ന പ്രസ്ഥാനത്തിലാണ് ഈ മക്കൾ പാരമ്പര്യം വരുന്നത്. അത് നശീകരണത്തിൻ്റെ ആരംഭമാണെന്ന് ഞങ്ങളെപ്പോഴുള്ളവർ വിലയിരുത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇനി അതിന് പരിഹാരം കാണാമെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ചിലവർക്ക് അതില്ലാതെ പറ്റില്ല, നെഹ്റു കുടുംബം ഇല്ലാതെ ഇന്ത്യ ഇല്ല എന്ന് ചിന്തിക്കുന്ന ലക്ഷക്കണക്കിന് ആൾക്കാർ ഇന്ത്യയിലുണ്ടെന്നേ, ഒരു സംശയമൊക്കെ. പക്ഷെ അങ്ങനെ ഒരു ശക്തമായ ഗ്രൂപ്പ് നിലനിൽക്കുമ്പോൾ ഇനി ആ സന്മനസ്സാലെ മാറി നിന്നാൽ പോലും കോൺഗ്രസിൻ്റെ മറ്റ് വരുന്ന ഗ്രൂപ്പ് അല്ലെങ്കിൽ പ്രസ്ഥാനത്തിന് ശക്തി പ്രാപിക്കാൻ പറ്റില്ല. കാരണം രണ്ടായി തിരിയുമ്പോൾ ഇന്നും നെഹ്റു കുടുംബത്തിന് കുറേ വക്താക്കളുണ്ട് ഇവിടെ ഇന്ത്യയിൽ. അവർക്കത് ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് വേറെ ഗ്രൂപ്പിന് അവരെല്ലാം വകഞ്ഞ് മാറ്റി വേറെ ശക്തി വരാൻ പറ്റിയ ഗ്രൂപ്പ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ നേരിട്ട് കാണുന്നില്ല. പിന്നെ നമ്മൾ പറയുന്നത് പോലെയാണ് ഈ ശിവകുമാറിനെ പോലെയുള്ളവർ. അതൊക്കെ പറഞ്ഞാൽ ശിവകുമാറിൻ്റെ സ്ഥാനം പോകും. ശിവകുമാറിനെ പോലുള്ളവരൊക്കെ ഒന്ന് ഒത്തുപിടിച്ചാൽ കോൺഗ്രസിന് സോണിയ കുടുംബത്തെ എതിർക്കാതെ സ്നേഹപൂർവ്വം ഒന്ന് അരികിൽ നിർത്തിയിട്ട് ഒന്ന് മുന്നോട്ട് പോയാൽ ഒരു പക്ഷേ സാധ്യതയുണ്ട്. ഇല്ലെങ്കിൽ സ്വാഹ. അത് വീണ്ടും നമ്മൾ പറയുമ്പോൾ കേരളത്തിൽ അസംബ്ലി ഇലക്ഷനിൽ 26 UDF ഭരിക്കുമെന്ന് പറഞ്ഞ് പലരും UDFിലേക്ക് ചേക്കാറാണ്. കോൺഗ്രസ്സൊക്കെ വളരെ ഉത്സാഹത്തോടെ ഇപ്പോൾ ലീഗൊക്കെ. നമ്മൾ ഒരു മനഃശാസ്ത്രമായ രീതിയിൽ ചിന്തിക്കുമ്പോൾ, ജനങ്ങളുടെ മാൻഡേറ്റ് അറിയുന്ന ഒരു വ്യക്തി, ഒരു പ്രസ്ഥാനത്താണെന്ന നിലയിൽ ഞങ്ങൾക്കതൊന്നും അത്ര ഒരു മഹത്തായിട്ടോ അല്ലെങ്കിൽ ഈസി വാക്ക് ഓവറായിട്ടോ കാണുന്നില്ല. കുഞ്ഞാക്കോട് തങ്ങളോടും പറയണം, കാണുന്നില്ല.
അത് കാരണം അതിനുള്ളൊരു രീതിയൊന്നും കോൺഗ്രസ് ചെയ്യുന്നില്ല. ഇപ്പോഴത്തെ ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മ ഇങ്ങനെ പറഞ്ഞു, മുരളി ഇങ്ങനെ പറഞ്ഞു, മറ്റേ രമേശ് ചെന്നിത്തല ഇങ്ങനെ പറഞ്ഞു, KC വേണു ഇങ്ങനെ പറഞ്ഞു. ഈ പറച്ചിലെല്ലാം എന്താ അതിൻ്റെ ഫലം എന്താണെന്നറിയോ? കടലിൽ തിരയുണ്ടായാൽ കരയിൽ അവസാനിക്കുന്ന പോലെ. ഇത് കടലിൽ തിരയുണ്ടായാൽ അത് 10,000 കിലോമീറ്റർ സഞ്ചരിച്ചാണെങ്കിലും അത് കരയിലേ അവസാനിക്കും, ഇടയ്ക്ക് അവസാനിക്കില്ല, അവിടെ ബ്രേക്കൊന്നുമില്ല. അതുപോലെ ഈ പറച്ചിലിൻ്റെയൊക്കെ അനന്തര ഫലം അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ട് പാർട്ടി ശക്തി കുറയുന്നുള്ള പറയുമ്പോൾ ഒരു ചെറിയ പ്രസ്താവന. ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ പറഞ്ഞു എന്നെ ക്ഷണിച്ചില്ല, ഒരു പരാതിയായിട്ട് പറഞ്ഞു. ആ പരാതി അല്ലെങ്കിൽ മുരളീധരൻ പറയണം എനിക്ക് വേണ്ടത് കിട്ടില്ല. നിങ്ങൾക്ക് പിന്നെ കൊല്ലത്താൻ MP ഉണ്ടല്ലോ, അവിടെ പിന്നെ കാസർഗോഡ് MP ഉണ്ണിത്താൻ പറയുന്നു എനിക്കും എൻ്റെ അർഹതപ്പെട്ടതും കിട്ടിയില്ല. എന്താണ് സഖാക്ക് നിങ്ങൾ പറഞ്ഞു? നിങ്ങൾ കിട്ടിയില്ല എന്ന് പറയുമ്പോൾ നോട്ട് ഓൺ അവർ മെറിറ്റ് ബട്ട് ഓൺ ഇസ് ഗ്രേസ്. നാം ഇത് നേടിയെന്നല്ല, നാം ഇത് കൊടുത്തു എന്നാണ് ചിന്തിക്കേണ്ടത്. അതിൻ്റെ അങ്ങനെ ചിന്തിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരൻ ഇങ്ങനെ പറയും. ഇപ്പോൾ ഞാൻ പറയല്ലോ 68 ഞാൻ 10ാം വയസ്സിൽ രാഷ്ട്രീയത്തിൽ വന്നതാണ്, ഇപ്പോൾ 75ആയി. എൻ്റെ 65 വയസ്സ് കൊല്ലം ഞാൻ രാഷ്ട്രീയത്തിൽ അതിൽ പ്രവർത്തിച്ചു. ഞാൻ ഒരു പഞ്ചായത്ത് മെമ്പർ ആയിട്ടില്ലല്ലോ. അത് എനിക്ക് വല്ല പരാതി ഉണ്ടോ? അല്ലെങ്കിൽ എനിക്ക് ആദ്യം ശ്രമിക്കാൻ പാടില്ലേ? ശ്രമിച്ചാൽ ഒരു പഞ്ചായത്ത് മെമ്പറോ അല്ലെങ്കിൽ വേണ്ടി ഒരു MLA വരെയൊക്കെ ആകാൻ പാടില്ലായിരുന്നോ? നമുക്ക് താല്പര്യമില്ല. അപ്പോൾ അങ്ങനെ നിങ്ങൾ നോട്ട് ഓൺ അവർ മെറിറ്റ് ബട്ട് ഓൺ ഗ്രേസ്. നാം ഇത് നേടിയെന്നല്ല, നാം ഇത് കൊടുത്തു എന്ന് മുദ്രാവാക്യം നിങ്ങളുടെ നേതാവിനെ ഇന്ദിരാഗാന്ധി പറഞ്ഞാൽ അത് ഞാൻ പറഞ്ഞല്ല. അത് നിങ്ങൾക്ക് കിട്ടിയതുപോലെ കിട്ടിയില്ല. അതിപ്പോൾ ചാണ്ടി ഉമ്മൻ പറഞ്ഞു തന്നെ. ഇപ്പോൾ മുരളീധരൻ എന്ത് കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി ചോദിച്ചു ബാക്കിയെല്ലാം കിട്ടിയില്ലേ? പിന്നെ ഉണ്ണിത്താൻ എന്ത് കിട്ടിയാൽ പറഞ്ഞാൽ 2 വർഷം MP ആയില്ലേ? നിങ്ങൾക്ക് പാരമ്പര്യത്തെ രാഷ്ട്രീയത്തിൽ നിങ്ങൾ എത്ര കോടി രൂപ ഈ പാർട്ടിക്ക് മുടക്കിയിട്ടുണ്ട്? നിങ്ങൾ കുടുംബക്കാർ എത്ര പേര് ജയിലിൽ കിടന്നുണ്ട്? എത്ര പേര് സ്വാതന്ത്ര്യ സമരത്ത് പോയി മരിച്ചിട്ടുണ്ട്? ഇതൊന്നുമില്ല. എന്നിട്ട് ഇത്രയൊക്കെ കോൺഗ്രസ് എന്ന പാർട്ടി തന്നു, എന്നിട്ടും പോരാ. അപ്പോൾ ഇങ്ങനെ ചിന്തിക്കുന്ന ഈ 9-10 മുഖ്യമന്ത്രിയാകാൻ ശ്രമിക്കുന്നവരുടെ മുമ്പിൽ എങ്ങനെയാണ് സുഹൃത്തുക്കളെ കോൺഗ്രസ്സുകാരെ നിങ്ങൾ 2026 ഇലക്ഷനിൽ ആധിപത്യം സ്ഥാപിച്ച് അധികാരത്തിൽ കയറുക? 171 സീറ്റ് കിട്ടണമല്ലോ. 70 പോരാ, 80 സീറ്റിലും വേണം. ഇന്നത്തെ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷൻ റിസൾട്ട് നോക്കിയാൽ അത് കൂടുതൽ വരുന്നുണ്ട്. പക്ഷെ അതൊക്കെ പാർലമെന്റ് ഇലക്ഷൻ, അസംബ്ലി ഇലക്ഷൻ മാറും. അതുകൊണ്ട് ഇപ്പോൾ അടുത്ത പഞ്ചായത്ത് ഇലക്ഷൻ വരാണ്, അതിലും മാറും. അതിനർത്ഥം UDF അധികാരത്തിൽ വരരുതെന്നല്ല ഞങ്ങൾ വന്നത്. UDF വരണം, അത് ആവശ്യമാണ്. പക്ഷെ നിങ്ങൾ ഇപ്പോഴത്തെ കരുക്കൾ നിൽക്കുന്നത് അധികം അങ്ങനെ കിട്ടാൻ വേണ്ടിയല്ല. അതിനർത്ഥം പറഞ്ഞില്ലേ, പ്രവൃത്തി ശരിയല്ല നിങ്ങളുടെ. ഞാൻ ഇന്നലെ ഫെദർ ടച്ചിൻ്റെ കാര്യം പറഞ്ഞു, അതുപോലെ ഇന്ത്യാമ്പയുടെ പേര് പറഞ്ഞ് നേതൃത്വം വഹിക്കുന്ന ആളുടെ കാര്യം പറഞ്ഞ് എല്ലാം ഒരു അപാകതയായിട്ടാണ്. ഞാൻ വീണ്ടും നിങ്ങളോട് പറയാണ്, ഏത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും പ്രതിപക്ഷ മുന്നോട്ടും പറയാണ്, വോട്ട് ഒരാൾ ടാറ്റയ്ക്കും ബെർലിക്കും എനിക്കും ഒരു വോട്ടുള്ളൂ, 2 വോട്ടില്ല. അപ്പോൾ നിങ്ങൾ 20% ഉണ്ട് എന്ന് പറയുന്നാലും 30 കോടികളും വരുന്ന മുസ്ലിം സമുദായം, നിങ്ങൾ എന്താണ് അവർക്ക് കൊടുക്കുന്നത്? കോൺഗ്രസ് എന്ത് കൊടുത്തിട്ടുണ്ട്? പരിശുദ്ധ റമദാൻ മാസത്തിൽ പദയാത്ര ബാവഹാജി എന്ന് പറഞ്ഞ് കളിയാക്കിയെങ്കിലും ബാവഹാജിക്ക് ശേഷം KPC പ്രസിഡന്റ് എത്ര വർഷം കഴിഞ്ഞ്? 50 വർഷം കഴിഞ്ഞില്ലേ? ഒരു പിന്നെ എന്താണ് കൊണ്ടുവന്നില്ല, എന്താണ് അസിനെ കൊണ്ടുവന്നിട്ട് എന്താ പറയുക നിങ്ങൾ? ഇതെല്ലാം ജനങ്ങൾ ചിന്തിക്കുന്നില്ലേ? അസിനെ കൊണ്ടുവന്ന് താൽക്കാലിക പ്രസിഡന്റാക്കി വെച്ചിട്ട് കാസർഗോഡ് ജാഥ തൃശ്ശൂർ ജാഥ വന്നപ്പോഴേക്കും ഉമ്മൻചാണ്ടി രമേശ് പറന്ന് രാഹുലിനെ കാണാൻ പോയില്ലേ മാറ്റാനായിട്ട്? ആ ഒരാഴ്ച കഴിഞ്ഞാൽ ജാഥ ട്രിവാൻഡ്രത്തെത്തും. അത് കഴിഞ്ഞിട്ട് പോകാമെന്ന് തീരുമാനിച്ചോ? അതിനകത്ത് മുസ്ലിം സമുദായം ഒരു വിഷയമല്ല, അസലൊരു വിഷയമല്ല. സാധാരണ KPCC പ്രസിഡന്റ് മാറിയാൽ 24 മണിക്കൂറൊക്കെ പകരം ആളെ വയ്ക്കണം. ഇത് അസന് പകരം വഹിക്കാൻ വേണ്ടി 1 മാസം എടുത്ത്. ഇതൊക്കെ ബുദ്ധിയുള്ള രാഷ്ട്രീയ നിരീക്ഷന്മാരായ സമുദായത്തിലെ യുവജനങ്ങൾ പ്രത്യേകിച്ച് ഇതെല്ലാം ചിന്തിച്ചുകൊണ്ടിരിക്കണം. ഓരോ ചലനം സൂക്ഷ്മ വീക്ഷിക്കുന്നുണ്ട്. നിങ്ങൾ കാണുന്ന ജമാഅത്ത് ഇസ്ലാമിയുടെ കുറേ തീവ്ര സ്വഭാവമോ അല്ലെങ്കിൽ BDP തീവ്ര സ്വഭാവമോ, അതല്ലെങ്കിൽ പിന്നെ SDP ഒക്കെ അവർക്ക് അല്പം തീവ്ര സ്വഭാവമുണ്ട്, ഞാൻ ഇല്ലെന്ന് പറഞ്ഞില്ല. പക്ഷെ അങ്ങനെ തീവ്ര സ്വഭാവക്കാരല്ലത്. ഇത് നിഷ്പക്ഷപാതിയാണ്, ചിന്തിക്കുന്നവരാണ്, ബുദ്ധിജീവികളാണ്, എല്ലാ കാര്യവും വസ്തുനിഷ്ഠമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്, കണക്ക് സഹിതമാണ്. അവരാണ് പറയുന്നത്. അവർക്ക് വർഗീയതയില്ല, തീവ്രവാദമല്ല, ഭീകരവാദമല്ല, ഒരു വാദമില്ല. അവർ ഇന്ത്യയെ സ്നേഹിച്ചുകൊണ്ട് തന്നെ
മറ്റെല്ലാ സമുദായങ്ങളെയും സ്വന്തം സമുദായങ്ങളെ പോലെ കണക്കാക്കിക്കൊണ്ട് തന്നെ പ്രവർത്തിക്കുന്ന രാജ്യത്തിന് വേണ്ടി മരിക്കാൻ കച്ചുകെട്ടി ഇറങ്ങിയ ലക്ഷങ്ങളുള്ള ഇന്ത്യയിൽ മുസ്ലിങ്ങളായിരിക്കും പറഞ്ഞത്. അല്ല തലയിൽ കൊച്ചിനെത്തി കൊണ്ട് കുന്തിരിക്കുന്ന കൂത്തോന്ന് പറഞ്ഞ് സമുദായത്തെ വിറ്റ് കാശ് വാങ്ങിച്ചൊരു കാര്യമല്ലേ പറഞ്ഞത്. ചിലർക്ക് വന്ന് പ്രസ്ഥാനം ഉണ്ടാക്കിയില്ല, ആയിരക്കണക്കിന് ആൾക്കാർ കൈയും കാലം ഒടിച്ച് ജയിലിലിട്ടുന്നല്ലാതെ എന്ത് നേടി? ഒരു MLA കണ്ടാൻ പറ്റുമോ? അതല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഗ്രൂപ്പ് അതല്ല. രാജ്യത്തെ സ്നേഹിച്ചുകൊണ്ട് എല്ലാ സമുദായത്തിൽപ്പെട്ട ജനങ്ങളെയും അംഗീകരിച്ചുകൊണ്ട് സമാധാനപരമായിട്ട് പോകുന്ന ഒരു രാജ്യം, അതിൽ ജനസംഖ്യയ്ക്ക് ആനുപാതികമായി എല്ലാവർക്കും നീതി ലഭിക്കണം, അവസരം കിട്ടണം. അതാണ് ഞങ്ങൾ ചെയ്യുന്നത്. അതിന് നമുക്ക് വേണ്ടി സോഷ്യൽ ജസ്റ്റിസ്, വോയിസ് ഫോർ വോയിസ്ലെസ്, ശബ്ദമില്ലാത്തവർക്ക് വേണ്ടി ശബ്ദിക്കുന്നവരാണ് സോഷ്യൽ ജസ്റ്റിസ് ശ്രമിക്കുന്നത്. അവിടെയാണ് ഇത് പറയാൻ കാണുന്നത്. 10-ാം തീയതി ലോകവ്യാപകമായിട്ട് പൗരാവകാശം അല്ലെങ്കിൽ എന്താണ് സ്വാതന്ത്ര്യത്തിൽ തിരിക്കണല്ലോ. പക്ഷെ അതുണ്ട് അവിടെ, യാതൊരു മീറ്റപ്പ് പറയാൻ പറ്റില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ കോൺഗ്രസ് ഒരു വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. കാരണം മറ്റേത് പാർട്ടിയേക്കാൾ ഉത്തരവാദിത്വം ചെയ്യേണ്ടത് കോൺഗ്രസ്സാണ്. ആ കോൺഗ്രസ് ചെയ്യേണ്ടതെന്നറിയോ? ഒറ്റ കാര്യം ചെയ്താൽ മതി, വേറെ ഒന്നുമില്ല. നിങ്ങൾ ജനസംഖ്യാനുപാതികമായിട്ട് സ്ഥാനമാനങ്ങൾ കൊടുക്കണം, നിങ്ങൾ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കണം, പരമാവധി അവരെ കൊണ്ട് വോട്ട് ചെയ്യിക്കണം, വോട്ടെണ്ണി കാവൽ റിസൾട്ട് വരുന്നവരെ നിങ്ങൾ കാത്തിരിക്കണം, ഉറക്കൊഴിച്ച് കാത്തിരിക്കണം. കാരണം ഒരു വോട്ടും ജയിച്ചാൽ MP തന്നെയാണ്. ഇപ്പോൾ രാജ്യസഭ ഡെപ്യൂട്ടി സ്പീക്കറാണ്, അത് അവർക്കെതിരെ ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടാണ് ശ്രമമാണ് കോൺഗ്രസ്. അത് പാസ്സാകാനുള്ള സാധ്യതയാണെന്ന് വെച്ചാൽ ഇല്ല, എങ്കിലും അത് സംതൃപ്തി. അതെന്ന് വെച്ചാൽ രാജ്യസഭ സ്പീക്കർ ഉപരാഷ്ട്രപതി, ഡെപ്യൂട്ടി സ്പീക്കർ എന്ന് പറയും. ആ ഉപരാഷ്ട്രപതി രാഷ്ട്രപതിയൊക്കെ ജനത്തിന് പിന്നെ എല്ലാ ഗ്രൂപ്പിനും അതീതരായിരിക്കണം, അവർ നിഷ്പക്ഷപാതികളായിരിക്കണം. അവർ പേരിൽ ഒരു ആരോപണം പോയിട്ട് ഒരു അപശബ്ദവും ഉണ്ടാകാൻ പാടില്ല. ഇന്ത്യൻ പ്രസിഡന്റിൻ്റെ മുൻപിൽ ഇന്ത്യൻ പ്രസിഡന്റിനെക്കുറിച്ച് ഇതേവരെ ഒരു തെറ്റായ വാർത്ത അല്ലെങ്കിൽ പോരാ എന്നുള്ളത് പറഞ്ഞില്ല. അതുകൊണ്ട് മിതമായിട്ട് ചെയ്തത്. പക്ഷേ ഈ അടുത്ത കാലത്തായി കഴിഞ്ഞ 10 വർഷമായിട്ട് ഇന്ത്യയിലെ പ്രസിഡന്റ് എന്നല്ല ഈ ഉപരാഷ്ട്രപതിയൊക്കെ വച്ചിരിക്കുന്നത് തികച്ചും പാർട്ടി ഇതാണ്, സംഘപരിവാർ ആൾ ഉദ്ദേശമാണ്. എത്ര കണ്ട് വർഗീയത കാണിക്കും അത് ഉദ്ദേശമാണ്. അത് ഏതുപോലെ എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഹൈക്കോടതി UPയിലെ ഹൈക്കോടതി പറഞ്ഞു, ഭൂരിപക്ഷത്തിൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് വേണം കാര്യങ്ങൾ നടത്താൻ, ന്യൂനപക്ഷം ഒരു മോശം ആൾക്കാരാണ് എന്നൊക്കെ പറയുമ്പോൾ മുൻ ഉപാധിയോടുകൂടി മുൻ വ്യാഖ്യാനമല്ലേ, മുന്നറിയിപ്പല്ലേ, അല്ലെ എന്താണ് പറഞ്ഞത്, ആ വാക്കുണ്ട്. അങ്ങനെ മുൻകൂർ വിധി പറയുന്നത് തെറ്റല്ലേ ഇത്? എത്ര വിദ്യാഭ്യാസമുള്ള ജഡ്ജി ആണെങ്കിലും മജിസ്ട്രേറ്റ് ആരാണെങ്കിലും അത് ലോകത്തൊരു നീതിയുള്ള ഒരു സത്യമുണ്ട്, ഒരു ഫിലോസഫി ഉണ്ട്. എന്താണെന്നറിയോ? ലോകത്ത് ഈശ്വരൻ ഈശ്വരനെ അല്ലെങ്കിൽ അതുപോലെ ചില പ്രവാചകർ, ബാക്കിയെല്ലാം പ്രവാചകന്മാർ മുതൽ ഇങ്ങോട്ട് 100% ശരിയായവരില്ല, അത് 100% തെറ്റായവരില്ല. അതൊരു വലിയ ലോകതത്വമാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന മനുഷ്യനെക്കുറിച്ച് പറഞ്ഞാൽ 100% ശരിയായ ഒരു സമുദായം അല്ലെങ്കിൽ 100% തെറ്റായ ഒരു സമുദായം ലോകത്തില്ല. എല്ലാ സമുദായങ്ങൾക്കും എല്ലാ മതത്തിനും അതിൻ്റേതായ പോരായ്മയുണ്ട്. പക്ഷെ കൂടി കുറഞ്ഞിരിക്കും. അതാണ് ലോകതത്വങ്ങൾ. മുസ്ലിങ്ങൾ മുറ്റത്തിൽ കുറ്റവാളികളാണ് എന്ന് ഒരു ജഡ്ജി പറഞ്ഞാൽ അവിടെ തെറ്റിറക്കണം. ആ ജഡ്ജിക്കല്ലേ തെറ്റ് കിട്ടും വിലയിരുത്തൽ. കാരണം ഒരു ലോകതത്വമാണെന്നേ. 100% തെറ്റായ ഒരു സംഘടന, ഒരു സമുദായം, ഒരു മനുഷ്യൻ ലോകത്തില്ല. അതുപോലെ 100% ശരിയായവരും തെറ്റായവർ. അപ്പം അത് പറഞ്ഞ് ജഡ്ജിയൊക്കെയുള്ള കാലത്ത് എന്താണ് നമ്മുടെ രാജ്യം, എവിടേക്കാണ് രാജ്യത്തിൽ പോകും? ഇന്നിപ്പോൾ കണ്ടില്ലേ, മസാജ് പാർലറിൽ പോയിട്ട് കഴുത്തിന് ഇടർച്ച വന്ന് ഒരു പാട്ടുകാരി മരിച്ചിട്ടുണ്ട്. എത്ര ആൾക്കാരെ കൊല്ലുന്നത്? നിരന്തരമായിട്ട് ആക്രമണം ലോകത്ത് മൊത്തത്തിലുണ്ട്, ഇന്ത്യയിൽ പ്രത്യേകിച്ചുണ്ട്, കേരളത്തിലുണ്ട്. ഒരു മനുഷ്യ സ്നേഹം എന്ന് പറയാൻ പറ്റുമോ? ഒരു മനുഷ്യ സ്നേഹി എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഉണ്ടില്ലെങ്കിലും ഭാര്യ കൂട്ടണം എന്ന് ബൈബിൾ പറയും പോലെ നമ്മൾ എൻ്റെ സഹോദരന് സ്വന്തം അച്ഛനുണ്ടായതല്ല,
ഇന്ത്യയിൽ ഓരോ പൗരനും നമ്മൾ സഹോദരി സഹോദരന്മാരാണെന്നാണല്ലോ നമ്മൾ രാവിലെ അസംബ്ലിയിലൊക്കെ ശീലിക്കുന്ന പ്രതിജ്ഞ. അപ്പോൾ ഒരു അത് എൻ്റെ സഹോദരനാണ്. എനിക്ക് പറ്റുന്ന പോലെയുള്ള ക്ഷീണം അവർക്കും പറ്റും. അതുകൊണ്ട് അവർ നമ്മൾ സംരക്ഷിക്കണം എന്നുള്ള ഒരു രീതി, അതല്ലേ ഒരു നല്ല തത്വം, നല്ല ആദർശം, നല്ല ആശയം. അതല്ലേ എല്ലാ മതങ്ങളും പറയുന്നത്. അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു വിഭാഗത്തെ അടിച്ചാക്ഷേപിക്കുക, കുറ്റപ്പെടുത്തി, അല്ല 450 കുടുംബങ്ങളിലെടുത്ത് ഒരു മുസ്ലിം കുടുംബം വന്നതിൻ്റെ പേരിൽ അവരത് പറ്റൂല എന്ന് പറയുമ്പോൾ ഈ മനുഷ്യർ എവിടെ പറ്റി? പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ രാജ്യത്ത് നടന്ന് അരാജകത്തിലേക്ക് കൂപ്പൂത്തുമ്പോൾ ഇവിടെ പല പാർട്ടി നേതാക്കളും അതേക്കുറിച്ച് മിണ്ടുന്നില്ല. എന്താ ഞാനത് പറഞ്ഞ അത് മിണ്ടാതെ നിങ്ങൾ കണ്ണടിച്ചിരുന്ന് ഈ ന്യൂനപക്ഷമൊക്കെ വോട്ട് കിട്ടി ജയിച്ച് അസ്രഫുൽ പാലവിൽ എത്താമെന്ന് വിചാരിച്ചാൽ അത് ശരിയല്ല. ഒരാൾ ജയിപ്പിച്ച് ചിലപ്പോൾ ഈ ന്യൂനപക്ഷങ്ങളിലെ ബുദ്ധിമുട്ടായിരിക്കും, പക്ഷെ ഒരാൾ തോൽപ്പിക്കാൻ അവർ വിചാരിച്ചാൽ മതി. അപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. നിങ്ങൾ ന്യൂനപക്ഷങ്ങൾ സഹായിക്കേണ്ട, പക്ഷെ അവരെ എതിർക്കരുത്. അവർക്കെതിരെ വന്ന കാര്യങ്ങൾക്ക് നിങ്ങൾ മറുപടി പറയണം. അതെന്നല്ലേ കോൺഗ്രസ് നേതാക്കളോട് പറഞ്ഞത്. കോൺഗ്രസ് വന്ന് അതും കുറ്റം മുസ്ലിങ്ങൾക്കാണ്. ഇതൊന്നും പറയാമെന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷെ നമ്മൾ പറയാതിരിക്കണമെന്ന് ഇങ്ങനെ അനീതി കാണുമ്പോൾ അനീതിക്കെതിരെ കണ്ണെടുക്കുന്ന രാഷ്ട്രീയ നേതാക്കളുള്ള ഈ രാജ്യത്ത് ഞങ്ങളിപ്പോൾ ഒരു കണ്ണു പറഞ്ഞില്ലെങ്കിൽ ഞങ്ങളും മണ്ടനാവൂലേ? സമൂഹത്തിൽ തന്നെ വഞ്ചനയില്ലത്. അപ്പോൾ സമൂഹത്തിൽ വഞ്ചന ചെയ്ത് ജീവിക്കാൻ ഞങ്ങൾക്ക് സാധിക്കില്ല. ഞങ്ങൾക്ക് എല്ലാവരും സ്നേഹിച്ചാൽ ചെയ്യാൻ പറ്റുള്ളൂ. ഞങ്ങളതുകൊണ്ട് പറയുന്നത് ഇതാണ്, വേറൊന്നുമല്ല. എല്ലാവർക്കും നീതി ലഭിക്കണം. അത് ന്യൂനപക്ഷമായാലും ഭൂരിപക്ഷമായാലും പിന്നൊക്കെ ആണെങ്കിൽ അത് പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സമൂഹം 20% ന്യൂനപക്ഷ സമുദായത്തെ ഇപ്പോൾ സംവരണത്തിൻ്റെ കാര്യമൊക്കെ പറയും. മുസ്ലിങ്ങൾക്ക് സമുദായം ഇങ്ങോട്ട് കൊടുക്കണ്ട, ജാതി ഒന്നും കൊടുക്കണ്ട, ജനസംഖ്യ അനുസരിച്ച് കൊടുക്കാമല്ലോ. അതിൽ നീതി. ഇപ്പോൾ ഒരു വിഭാഗത്തിൽ എത്ര ജനസംഖ്യ ഉണ്ട് അതിന് അവർക്ക് കപ്പാസിറ്റി കൊടുക്കുക. അതിനിവിടെ കൊടുക്കും തെളിവുകൾക്ക് മാത്രമേ ഉള്ളൂ. അതാണ് 117 MP-മാർ 120 MP-മാർ അവിടെ എത്തുന്നത്. അതുകൊണ്ട് 22% അപ്പോൾ 543 സീറ്റാണെങ്കിൽ 25-23 എത്ര വരും? എന്നിട്ട് ഈ 100 അടുത്ത് വരും. 115 117 ആ 117 MP-മാർ ഇന്ത്യൻ പാർലമെന്റ് എത്താൻ കാരണം ഈ റിസർവേഷൻ സവർണർ കൊണ്ടാണ്. അല്ലെങ്കിൽ ഒരൊറ്റ ദളിതും പാർലമെന്റ് എത്തൂല. ഞാൻ ഒറ്റ ഉദാഹരണം പറഞ്ഞു വെച്ചേക്കാം. നാരായണൻ നമ്മുടെ രാഷ്ട്രപതി ആളുകൾക്കറിയാലോ. ഇസ്ലാർ ബൂട്ടെ പോലെ ലോക പൗരത്വമുള്ള ആളാണ്, ഇരട്ട പൗരത്വ ആളാണ്, വിശ്വ പൗരത്വമുള്ള ആളാണ്. ആ ആൾ ഇന്ന് ഇന്ത്യയിൽ ദളിതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തെക്കാൾ മിടുക്കനായ ഒരാൾ വേറെ ഇന്ത്യയിലില്ല, അംബേദ്കർ മാറ്റി നിർത്തിയാൽ. ആ നാരായണന് പോലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്നിട്ട് കൂടി ഒറ്റപ്പലം റിസർവേഷൻ സീറ്റിൽ നിന്നാണ് കരുണാകരനെ പോലുള്ളവർക്ക് പോലും അവരെ പാർലമെന്റിൽ വിട്ടുള്ളൂ. കാരണം ഒരു ജനറൽ സീറ്റിൽ നിന്നാൽ ജയിപ്പിക്കാൻ ഉറപ്പില്ല. അപ്പോൾ ഈ റിസർവേഷൻ ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കോൺഗ്രസ് അല്ല ദളിതുകൾ പാർലമെന്റെത്തുമോ? അത് ഏതുപോലെയാണ്? 540 സീറ്റുള്ള ഇന്ത്യൻ പാർലമെന്റിലേക്ക് സോണിയാഗാന്ധിക്കും പ്രിയങ്കാഗാന്ധിക്കും രാഹുലിനും ഈ വയനാട് നിന്ന് മത്സരിച്ച് അസംബ്ലി പാർലമെന്റിൽ എത്തേണ്ട ഗതികേട് വന്നപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ബാക്കി 542 സീറ്റിൽ നിന്നാൽ ജയിക്കില്ലെന്നല്ലേ? പിന്നെ അവരെക്കാൾ വലിയ നേതാക്കൾ ഇന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആരുള്ളത്? പിന്നെ ഇവരെങ്ങനെ പാർലമെന്റിൽ എത്തിക്കും? എങ്ങനെ? അത് നിങ്ങൾ ചിന്തിക്കാത്തത്? ഞാൻ പലരും ചോദിച്ചല്ലോ, ഇതിൻ്റെ ഉത്തരം നിങ്ങൾ പറയൂ. സോണിയാഗാന്ധിയേക്കാൾ രാഹുൽ ഗാന്ധിയേക്കാൾ വലിയ കോൺഗ്രസ് നേതാക്കൾ ഇനി ഇന്ത്യയിലുണ്ടോ? അവർക്ക് 543 സീറ്റുള്ളിൽ 542 സീറ്റിൽ നിന്ന് ജയിക്കാൻ പറ്റാതെ വയനാട്ടിൽ തന്നെ വന്നു ഇത് പാർലമെന്റിൽ എത്തേണ്ട ഗതികേട് വന്നപ്പോൾ ആ ഗതികേടിൽ വന്ന ആ പാർട്ടി, എൻ്റെ സുധാകർജി, എൻ്റെ ദാമോദർജി, മറ്റേ ജി, എങ്ങനെയാണ് നിങ്ങൾ ഈ ഇന്ത്യൻ പാർലമെന്റിൽ 272 ആൾക്കാരെ ഉണ്ടാക്കാൻ പോണത്? ചിന്തിക്കണം നിങ്ങൾ. വല്ലതും മനസ്സിലാകുന്നുണ്ടോ? എന്താണ് അതിൻ്റെ ആപത്തെന്ന് മനസ്സിലാകുന്നുണ്ടോ? ഞാൻ ഒരിക്കലും കോൺഗ്രസ് വിരോധം കൊണ്ട് പറയുന്നില്ല. എനിക്ക് ആരോടും പ്രത്യേക വിരോധമില്ല, എല്ലാവരും എനിക്ക് ഇഷ്ടമാണ്. സംഘവിരോധം പോലും എനിക്ക് വിരോധിച്ച് പ്രശ്നാധിഷ്ഠിതമാണ്, അല്ല അന്ധമായ വിരോധമൊന്നുമില്ല, ആരോടും ഇല്ല. പ്രശ്നാധിഷ്ഠിതം നമ്മൾ നോക്കുന്നത്. സംഘം നല്ല കാര്യം പറഞ്ഞാൽ നമ്മൾ സ്വീകരിക്കും, ചീത്തയാണെങ്കിൽ അത് എതിർക്കും, അത്രേ ഉള്ളൂ. അല്ല സംഘം ഇപ്പോൾ ഈ രാജ്യം ഭരിക്കുന്നതാണ് സംഘം എന്ന്, ആ സംഘം നമ്മൾ അന്ധമായിട്ട് എതിർത്ത് കാര്യമുണ്ടോ? മണ്ടത്തിലായാലും. പക്ഷേ നന്മ ചെയ്യുകയാണെങ്കിൽ നമ്മൾ നന്മ എന്ന് പറയണം, തിന്മ ചെയ്താൽ തിന്മ പറയണം. അങ്ങനെ പ്രശ്നാധിഷ്ഠിതമായിരിക്കണം. അതുപോലെ ചിന്തിക്കുമ്പോൾ എങ്ങനെയാണ് ഈ സംവരണം ഇല്ലെങ്കിൽ ഈ ന്യൂനപക്ഷങ്ങൾ
100കളും മുസ്ലിങ്ങളുണ്ടായ പാർലമെൻറ്റിൽ ഇപ്പോൾ 20 താഴെയായത്, ജനസംഖ്യ 36 കോടി ഉണ്ടായത് ഇപ്പോൾ 140 കോടി കഴിഞ്ഞപ്പോഴും ചിന്തിക്കേണ്ട കാര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിർത്താണ്. നിങ്ങൾക്ക് ഒരായിരം നന്ദി ചെയ്യുന്നു.